കൂന്തൽ എടുത്തിട്ടുണ്ട്. ഈ കൂന്തൽ ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ട് റൗണ്ടിനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൂന്തൽ ഞാനിവിടെ 1 കിലോ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ 700 ഗ്രാം ഉണ്ട്. ഇനി അതിന് 2 കൂന്തലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നോട് ഞാൻ കാണിച്ചു തരാം. അത് ഏറ്റവും ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. തക്കാളിയുടെ പകുതി ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ ഈ കറിയിലേക്ക് നമ്മൾ വളരെ കുറച്ച് ചേർക്കണുള്ളൂ. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കൂന്തൽ നമ്മൾ ഒലത്തിയെടുത്ത് കഴിയുമ്പോൾ കൂന്തൽ ആകെ കുഴഞ്ഞ പോലെയോ. പിന്നെ ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, ഒരു 3 നുള്ള് കുരുമുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം സ്കിഡ് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് നോക്കാം. നമുക്ക് കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കൂന്തൽ എടുത്തിട്ടുണ്ട്. ഈ കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഈ കൂന്തലിൻ്റെ പുറത്തെ സ്കിന്ന് മാറ്റണം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി കളയാം. ഇതിൻ്റെ പുറത്തെ സ്കിന്ന് ഇത് മാറ്റിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കൂന്തൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂന്തലിൻ്റെ ഐസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പാട്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഐസിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈസ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതെടുത്ത് മാറ്റി കളയണം. ഈ കൂന്തലിൻ്റെ ഈ 2 പാട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പാട്ട് നമുക്ക് കൂന്തലിൻ്റെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതിൻ്റെ സൈഡിലേക്ക് ചെറുതായിട്ട് തരിതരിപ്പ് ഉണ്ടാവും. ഇത് നമ്മൾ കത്തി വെച്ചിട്ട് ഈ തരിതരിപ്പ് നമ്മളിതൊന്ന് കത്തി കൊണ്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കളയണം. ഇത് നമുക്ക് കൂന്തലിൻ്റെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഈ കൂന്തലിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റണം. ചില കൂന്തൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മഷി പോലെ ഉണ്ടാവും. അത് നമ്മൾ അപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഴുകി കളയണം. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇത് മാറ്റാം. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും എടുത്ത് മാറ്റി കളയണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പോൾ കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സിസേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇതിങ്ങനെ റൗണ്ടിനെ കുറച്ച് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. കൂന്തൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ റൗണ്ടിനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കൂന്തൽ ഒലത്തിയെടുക്കുന്നതിന് നോക്കാം. ഈ കൂന്തൽ ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം സവോള ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് പൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ്ടേ. ഇത് നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. ഇപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇതിലേക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് ഞാൻ ഇടുമ്പോൾ കൂടുതൽ പോലെ തോന്നണമെന്നുണ്ടെങ്കിലും 1/4 ടേബിൾ സ്പൂൺ തന്നെ ഇടണുള്ളൂ. അത് എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇടുമ്പോൾ കുറേ ഇടുന്ന പോലെ തോന്നാറുണ്ട്. ഈ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ മല്ലിപ്പൊടിക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക.
മല്ലി നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർക്കുന്നത്. ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ കൂന്തലിടുമ്പോൾ കൂന്തലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിടണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തക്കാളി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെയും കരിഞ്ഞു പോകും. നമുക്കൊരു ലോ ഫ്ലെയിമിലിടാം. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഈ തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂന്തൽ ചേർക്കാം. കൂന്തലിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ കൂന്തലിലൊന്നും അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്താൽ മതി. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കൂന്തൽ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂന്തൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കൂന്തലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൂന്തൽ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. ഗരം മസാലയ്ക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കൂന്തൽ നമുക്ക് വേവിച്ചെടുക്കാം. കൂന്തൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കൂന്തൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ കൂന്തലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിടാം. ഇത് ഫ്രോസൺ കൂന്തലാണെങ്കിൽ ഇതേപോലെ കൂന്തൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലും കൂടുതൽ നന്നായിട്ട് വെള്ളം വരും. അങ്ങനെ കൂടുതൽ വെള്ളം വരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂന്തൽ കുറേ നേരം കിടന്ന് വെന്തിട്ടുണ്ടെങ്കിൽ കൂന്തൽ റബ്ബർ പോലെയോ. ഈ കൂന്തലിൽ ആവശ്യത്തിനുള്ള വെള്ളമുള്ളൂ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. ഇപ്പോൾ ഈ കൂന്തലിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കൂന്തൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കൂന്തൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് കൂന്തൽ നമുക്ക് വെന്ത് കിട്ടും. കൂന്തൽ വലുത്തിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഈ കൂന്തൽ നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കൂന്തൽ വലുത്തിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കാം.